ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നാളെ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളുമായി സംവദിക്കുന്നതിൽ ഭാരതത്തിന് യാതൊരു പങ്കുമില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഷെയ്ഖ് ഹസീനയുടെ വാർത്താസമ്മേളനത്തിലെ നിലപാടുകൾ ഭാരതം ഏറ്റെടുക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ബിംസ്റ്റെക് ചെയർമാൻ എന്ന നിലയിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതായും വിദേശകാര്യ വക്താവ് അറിയിച്ചു. ന്യൂഡൽഹിയിൽ ഷെയ്ഖ് ഹസീന നടത്താനുദ്ദേശിക്കുന്ന മാധ്യമ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് ഭാരതത്തോട് വിശദാംശങ്ങൾ അന്വേഷിച്ചിരുന്നു. ഡിസംബറിൽ ബംഗ്ലാദേശിലേക്ക് തിരിച്ചുപോകുമെന്ന് നേരത്തെ ഷെയ്ഖ് ഹസീന അറിയിച്ചതായി വാർത്തകളും പുറത്തുവന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം സംബന്ധിച്ച് വിശദീകരണം നൽകിയത്. ഷെയ്ഖ് ഹസീനയുടെ മാധ്യമ സംവാദവുമായി ഭാരതത്തിന് പങ്കില്ലെന്നും സംവാദത്തിൽ ഷെയ്ഖ് ഹസീനയുടെ നിലപാടുകൾ ഭാരതത്തിന്റെ പരിഗണനാ വിഷയമല്ലെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. The interaction that you are referring to is being organized by a private media entity. The government has no involvement whatsoever in it. Neither does it endorse any views that may be expressed at the forum. ബിംസ്റ്റെക് രാജ്യങ്ങളുടെ ചെയർ എന്ന നിലയിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാനെ ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചതായും വിദേശകാര്യ വക്താവ് അറിയിച്ചു. You would be aware that formal invitation to Bangladesh Prime Minister to visit India was extended when he assumed office in February 2026. As far as the BRICS summit is concerned, India has separately extended an invitation to him in his capacity as the current chair of BIMSTEC to attend the outreach session of the 18th BRICS summit, which will be held in New Delhi. സെപ്റ്റംബർ 12-13 തീയതികളിലാണ് ന്യൂഡൽഹിയിൽ 18ാം ബ്രിക്സ് സമ്മേളനം നടക്കുക. 2024 ഓഗസ്റ്റിലാണ് ഷെയ്ഖ് ഹസീന ഭാരതത്തിൽ രാഷ്ട്രീയ അഭയം നേടിയത്. ഫോറിൻ കറസ്പോണ്ടൻസ് ക്ലബ് ഓഫ് സൗത്ത് ഏഷ്യയാണ് ഷെയ്ഖ് ഹസീനയുടെ മാധ്യമ സംവാദം സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജനം.